concentrating for sleeping. കുറെ ആർഭാടം കാണിക്കാതെ. വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. ഇന്നൊരു സാറ്റർഡേ. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അല്ലേ ഏട്ടാ? അതേന്ന് പറയൂ. കുറെ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ലാസ്റ്റ് ഇട്ടത് ആറ്റുകാലം പൊങ്കാല വീഡിയോ. അപ്പോ നല്ലതൊക്കെ നടന്നാലല്ലേ വീഡിയോ ആയിട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പം ഇന്നൊന്ന് നടക്കുമെന്നൊന്നും അറിയില്ല. ഇതിപ്പോ നമ്മള് ഇന്ന് സൺഡേ അല്ല, സാറ്റർഡേ രാവിലെ സമയം 9:07. നമ്മൾ എവിടെ പോകുന്നെന്ന് വെച്ചാല് വണ്ടി സർവീസ് കൊടുക്കണം. വണ്ടി സർവീസിന് കൊടുത്തിട്ട് കുറേ സമയമുണ്ട്. വൈകിട്ടേ വണ്ടി നമുക്ക് തിരിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതുവരെ നമുക്ക് ട്രിവാൻഡ്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ഏട്ടാ? ഒരു സിനിമ കാണണം എന്നൊരാഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. പിന്നെന്താണ് പിന്നെ വേറെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ കാണിക്കാം. നമ്മൾ എങ്ങനെ ഇന്നത്തെ ദിവസം ചിലവഴിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടപ്പോഴേ തോന്നി ഇന്ന് കിട്ടുമോ എന്നുള്ള ഡൗട്ട്. കാരണം ഇത്രയും വണ്ടി കിടക്കാം, ഇത്രയല്ല വേറെ സ്ഥലങ്ങളിലും വണ്ടി കിടപ്പുണ്ട്. സോ വൈകിട്ടെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ബസ്സിന് ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. എനിക്കറിയാം രാവിലത്തെ ഇങ്ങനത്തെ സംഗതികളിൽ ഇവൻ ബഹളമായിരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു യാത്ര വെച്ചിട്ട് ഇവൻ കുറച്ച് അലമ്പാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് വന്നത്. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വന്ന് എന്താ ചോദിച്ചത്? ദോശ ചോദിച്ചു. ദോശയില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഒരുവിധം റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളതിൽ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അവിടെ ഉള്ളത് നമുക്ക് കഴിക്കാം, അതേ നമുക്ക് നിർവാഹമുള്ളൂ. നമ്മൾ പൂരി സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പൂരി കിഴങ്ങ്. പക്ഷെ എനിക്ക് രാവിലെ കിഴങ്ങൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമാണ്. സോ ഞാൻ ചമ്മന്തി, നല്ല രസമായിരുന്നു കേട്ടോ. പൂരിയും ചമ്മന്തിയും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ. അങ്ങനെ നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി. ആദ്യം ഓട്ടോയിൽ കയറിയിട്ട് പോണത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വലത്തോട്ടാണ് ആ പോലീസിന് കയറി. നമ്മുടെ പഴയ ഏരിയ പ്ലസ് പിന്നെ എല്ലാം സിനിമയുടെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നത്. എവിടെ പോവുക? ഷിമ കാണാൻ പോവുകയാണ് ബസ്. അങ്ങനെ നമ്മൾ വന്നത് പ്രതിച്ഛായ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിവിൻ പോളിയുടെ കൊള്ളാൻ കേട്ടോ. നല്ലൊരു സൂപ്പർ സിനിമയായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ നാളിന് ശേഷം ഇങ്ങനൊരു സിനിമ കാണുന്നു. അങ്ങനെ നമ്മൾ സിനിമയും കണ്ട് 2-2.5 മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ പൊന്നേ, ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. കൊടയൊക്കെയായിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സൺസ്ക്രീൻ വാരി പൊത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രസമായിരിക്കും തിരിച്ച് വീട്ടിൽ ചിലപ്പോൾ. അങ്ങനെ നമുക്ക് വിശന്നപ്പോഴേക്കും നമ്മൾ എന്താ കഴിക്കാൻ വന്നത്? ചിക്കൻ ബിരിയാണി. അവിടെയും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താണോ കിട്ടുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ദൈവമേ ഈശ്വര, യുദ്ധമൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കെല്ലാം ബാക്ക് ടു നോർമൽ ആയേനെ. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ കഴിക്കാൻ പോകുന്നത്. വാസു ഇവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ ഇതിന് മുന്നേ കയറിയ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അവിടെ ചോക്കോസ് ഇരിക്കുന്നുണ്ട്, ചോക്കോസ് വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ നമ്മൾ ആ കടയിൽ ഭയങ്കര തിരക്കാണ്ട് അവിടെ ആളുകൾ ക്യൂ എഴുതി നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം ഓൾമോസ്റ്റ് റെസ്റ്റോറൻ്റ് ഒക്കെ ക്ലോസ് ആണ്. അപ്പൊ ഉള്ളതിൽ ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതുപോലെ കുട്ടികളെ കൊണ്ട് നമുക്ക് ക്യൂ നിൽക്കുന്ന അത്ര പോസിബിൾ അല്ല. അവിടെ നിൽക്കില്ല മര്യാദക്ക്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അവിടെ ചോക്കോസ് ഇരിക്കുന്ന കണ്ടു. നമ്മൾ മേടിച്ചു കൊടുത്തില്ല. അതിനാണ് ദൈ പിണങ്ങി മൂച്ചി ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, എവിടെ ചെന്നാലും എന്തെങ്കിലും ഒന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേക്ക് പ്രോമിസുകളൊക്കെ കൊടുത്തിട്ട് ഒന്നും വീടില്ല. എന്ത് ചെയ്യാനാണ്? കണ്ടില്ലേ, വേണ്ട എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ വന്ന എവിടെയാന്ന് വെച്ചാൽ എൻ്റെ മോക്കുത്തി 2 പീസായിട്ട് ബാത്റൂമിൽ കിടന്നു ഇന്ന് കുളിച്ചപ്പോൾ. സോ നമ്മൾ വിചാരിച്ചു ഇനി മോക്ക്
കുത്താണ്ടിരുന്നാൽ അത് ആ മൂക്ക് അങ്ങ് അടഞ്ഞു പോകുന്നതായിരിക്കും. സോ അവിടെ വന്ന് നമ്മൾ മൂക്കുത്തി വാങ്ങാൻ കയറി. ഇവിടെയാണ് ഹമാര ചോയ്സ്, നമ്മുടെ സ്വന്തം ഹമാര ചോയ്സിൽ. അങ്ങനെ കെട്ടുകണക്കിന് പൈസ ഇരുന്നിട്ടൊന്നും അല്ല കേട്ടോ നമ്മളിത് മേടിക്കുന്നത്. ഉള്ള പൊട്ടും പൊടിയും എല്ലാം കൊടുത്തിട്ടാണ് നമ്മളിത് മാറി വാങ്ങിച്ചത്. ഈശ്വരാ, എന്ത് വിലയാണ് സ്വർണത്തിനൊക്കെ. ഇങ്ങനെ പോയാൽ ഒരു തരി വാങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഉള്ളതിനെയൊക്കെ 2-3 മൂക്കുത്തി ഇരുന്നതും, പിന്നെ അവിടെ ഓൾറെഡി അവിടെ നമുക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടിയിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തില്ല. ആ പൈസയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൂക്കുത്തി വാങ്ങിച്ചു. മൂക്കുത്തിയുമായിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വസുവിന്റെ അരഞ്ഞാണം ഒന്ന് മാറണം. അങ്ങനെ അരഞ്ഞാണവും മാറി. ഗോൾഡ് അല്ല കേട്ടോ, സിൽവറിനും ഭയങ്കര വില, എൻ്റെ പൊന്നെ അടുക്കാൻ പറ്റൂല. അങ്ങനെ അത് വാങ്ങിച്ചു. വസുവിന് ഡ്രോയിങ്ങിന് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ കരയുന്നതിന്റെ പിന്നിൽ കാര്യം പറഞ്ഞുതരാം. വസുവിന് ഡ്രോയിങ്ങിന് ചേർത്തു. അപ്പൊ സാറ് പറഞ്ഞു ഇന്ന ബുക്കും സംഗതികളൊക്കെ വേണമെന്നു. അത് വാങ്ങാൻ വേണ്ടി ബുക്ക് സ്റ്റാളിൽ കയറിയപ്പം കുട്ടികളല്ലേ, അവിടെ എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം അവർക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പൊ കയറിയപ്പോഴും അച്ഛൻ പറഞ്ഞു പറഞ്ഞ സാധനം അല്ലാതെ എക്സ്ട്രാ ഒന്നും വാങ്ങൂലെന്ന്. അതിന്റെ പേരിലാണ് ദൈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചായ വേണമെന്ന് പറഞ്ഞവന് ഇവിടെ കയറിയിട്ട് നിങ്ങൾ തരുന്ന ഒന്നും കുടിക്കില്ല അത്രേ. ഞാൻ പറഞ്ഞു ശരി, വേണ്ടെങ്കിൽ വേണ്ട. അതിനാണ് ദൈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ കടയിലും കയറി ഇറങ്ങി കരയിലാണ് എൻ്റെ കുട്ടിയുടെ മെയിൻ ഹോബി. എന്താ ചെയ്യാ, കരയാ. പിന്നെ ഞാൻ അവനോട് ഒന്ന് കളിയാക്കിയാണ് നിന്റെ കൂട്ടുകാട്ടത്തൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വെച്ചിട്ട് അതിന് എന്നെ അവിടെ ഇരുന്ന് നുണങ്ങ് പറിക്കാണേ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഓട്ടോയിൽ കയറി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് ചാല വരെ പോകണമായിരുന്നു. അവിടെ നമുക്കൊരു കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സർവീസ് സെന്ററിൽ വന്നു. ഒരു 6 മണിയായപ്പോഴേക്കും നമ്മൾ സർവീസ് സെന്ററിൽ വന്നു കേട്ടോ. വണ്ടി കിട്ടിയപ്പോഴേക്കും 7:30 മണി കഴിഞ്ഞു. നമ്മൾ 1.5 മണിക്കൂർ ആ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ മാത്രം ആദ്യം ചെന്നപ്പോൾ 2 പേര് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവരൊക്കെ പോയി. പിന്നെ നമ്മുടെ സ്വന്തം കോട്ട തന്നെയായിരുന്നു അത്. അവിടെ എന്തൊക്കെ കാണിക്കാമോ അത്രയും നമ്മളവിടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കിടന്നൊക്കെ സമയം കളഞ്ഞു. ഒരു 7-7:30 ആയപ്പോഴേക്കും നമുക്ക് നമ്മുടെ വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ എന്താ ചെയ്യുക, അവിടെ ഇരുന്ന് കഥ പറയുക, നുണ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അല്ലാണ്ട് പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അവിടെ കഫ്റ്റേരിയ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു 5 മണിയായതിനകത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വസു ആണെങ്കിൽ ചായ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസുവിന് എനിക്കറിയില്ല ഈ കുട്ടി എന്തൊരു ചായ അഡിക്ഷൻ ആണെന്ന്. ചായ അല്ല, പാല്, ബൂസ്റ്റിട്ട പാല്. ചായ കൊടുക്കില്ല, ബൂസ്റ്റിട്ട പാല്. അങ്ങനെ പാലിന് കിടന്ന് വള്ളം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാങ്ങാന്ന്. അങ്ങനെ നമ്മൾ ഒരു 7-7:30 വണ്ടി കിട്ടി. വണ്ടിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ടാറ്റ മോട്ടോഴ്സിലെ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, അജിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നീഷ്യനെ നമ്മൾ സർവീസ് അഡ്വൈസറിനെ കണ്ടു. പുള്ളി വെരി സ്മാർട്ടാണ്, നല്ല വർക്കൊക്കെ ചെയ്ത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അപ്പോൾ എല്ലാവരും സ്റ്റാച്യൂവിലുള്ള ലിപ്സോൺ ടാറ്റയിൽ സർവീസ് ചെയ്യാൻ വന്നാലും പ്രശ്നമില്ല. നമ്മളെ കംപ്ലയിൻസും നമ്മുടെ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു തരും. ഐ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ അൾട്രോസ്. പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ കയറിയിട്ട് നമ്മൾ എപ്പോഴും സെറ്റിൽ പോയിട്ട് വന്നാലും ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ മീൻ വാങ്ങുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് അവർ നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി തരും. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചു. നേരെ നമ്മൾ വീട്ടിലേക്ക് പോട്ടെ. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സബാബ വ്ളോഗ്സ്.